नमस्ते। सबसे पहले मैं आप सभी को नव वर्ष की हार्दिक शुभकामनाएं अदा करती हूँ। आप सभी को हमारे चैनल पर हार्दिक स्वागत है। എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ക്രിയയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ നമുക്ക് കേട്ടറ്റ് എക്സാം വന്നതുകൊണ്ട് കേട്ടറ്റിൻ്റേതായിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കാറ്റഗറി 4ൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ക്രിയയുടെ ബാക്കി ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ ക്രിയയെ 3ആയി തിരിച്ചിട്ടുണ്ട്. കർമ്മ കെ ആധാർ പർ, പ്രയോഗ് യാ രചന കെ ആധാർ പർ, അർത്ഥ കെ ആധാർ പർ, ഇങ്ങനെ 3 തരത്തിലാണ് ഹിന്ദിയിൽ ക്രിയയെ തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഭേദമായിട്ടുള്ള കർമ്മ കെ ആധാർ പർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഭേദമാണ് വരുന്നത്, സകർമ്മക് ഔർ അകർമ്മക്. സകർമ്മക് ക്രിയ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കർമ്മ ഹേ അല്ലേ. അകർമ്മക് എന്താണ്, കർമ്മ ന ഹോ. കർമ്മമില്ലെങ്കിൽ എന്താണ്, അകർമ്മകാണ്. അവിടെ എന്തുണ്ട്, കർത്താവുണ്ട്, ക്രിയയുണ്ട്, പക്ഷേ കർമ്മം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അകർമ്മകാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭേദമായിട്ടുള്ള പ്രയോഗ് യാ രചന കെ ആധാർ പർ, അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രയോഗ് യാ രചന കെ ആധാർ പർ क्रिया के 7 भेद होते हैं. कितने भेद होते हैं? प्रयोग या रचना के आधार पर क्रिया के कितने भेद होते हैं? എത്ര ഭേദമുണ്ട്? ഉത്തരം 7 भेद होते हैं. 7 തരത്തിലുണ്ട്. പ്രയോഗ് യാ രചന കെ ആധാർ പർ ക്രിയയെ നമ്മൾ 7 തരത്തിലാണ് ഹിന്ദിയിൽ തിരിച്ചിട്ടുള്ളത്. കർമ്മത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ 2 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഭേദമായിട്ടുള്ള പ്രയോഗ് യാ രചന കെ ആധാർ പർ ക്രിയയെ 7 ഭേദങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഭേദം എന്താണ്? സാമാന്യ ക്രിയ. 2 സഹായക്രിയ. 3 സംയുക്ത ക്രിയ. 4 നാംധാതു ക്രിയ. അപ്പോൾ പേര് പോലെ തന്നെ വളരെ ഈസിയാണ് നമുക്ക് പഠിച്ചെടുക്കാനും. സാമാന്യ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമാന്യമായിട്ടുള്ള ക്രിയ. സഹായക്രിയ, അവിടെ ഒരു സഹായക്രിയ ഉണ്ടാകും. സംയുക്ത ക്രിയ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? 2 ക്രിയകളുണ്ടാവും. നാംധാതു ക്രിയ നാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിയയാവും അല്ലേ. വളരെ ഈസിയാണ് നമുക്ക് പഠിച്ചെടുക്കാനും മനസ്സിലാക്കി എടുക്കാനൊക്കെ. അഞ്ചാമത്തെ ഏതാണ്? പ്രേരണാർത്ഥ ക്രിയ. പ്രേരണാർത്ഥ ക്രിയയാണ്. 6 പൂർവകാലിക് ക്രിയയാണ്. 7 അനുകരണാത്മക ക്രിയയാണ്. പേര് പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ നമ്മൾ ഓരോന്നും എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും. വളരെ ഷോർട്ടായിട്ട് വേണം നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് സാമാന്യ ക്രിയ, എന്താണ് സഹായ ക്രിയ, എന്താണ് സംയുക്ത ക്രിയ, എന്താണ്, ഇതൊക്കെ നമ്മൾ വരും വീഡിയോസിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പ്രയോഗ് യാ രചന കെ ആധാർ പർ ക്രിയയുടെ ഭേദം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്. നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷമാവട്ടെ 2024 എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ധന്യവാദ്.